ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ശരിക്കും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ്. എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ എന്താണ് ശരിക്കും ഈ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻസ് കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് രാത്രി നിങ്ങൾ സ്വപ്നം കണ്ട കാര്യം നിങ്ങൾ അതേ സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ അതേ സ്ഥലത്ത് വെച്ച് ആ കാര്യം പിന്നീട് നിങ്ങളുടെ റിയൽ ലൈഫിൽ നടക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് പലർക്കും ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ശരിക്കും പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ബേസിക് അല്ലെങ്കിൽ ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഫിസിക്സ് നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, എനർജി നെയ്തർ ക്യാൻ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയ്ഡ് എന്നുള്ള സംഭവം. നമുക്ക് ഈ ലോകത്തുള്ള എനർജി ഡിസ്ട്രോയ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഉണ്ടാക്കാനോ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഈ എനർജി നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് ഈ ലോകം മുഴുവൻ എനർജിയാണ് അല്ലേ. എനർജി മീൻസ് ഇപ്പം ഞാൻ എൻ്റെ കൈയുടെ ഈ ഒരു ചെറിയ ദേശം എടുത്തിട്ട് ഞാൻ ഇതിനെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് അതിനകത്തുള്ള സ്കിന്നിനകത്തുള്ള കൂടിപ്പോയ സെൽസ് കാണാം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റില്ല. അവിടെ ഒരു എനർജി ഉണ്ടെന്നാണ്. നിങ്ങളുടെ എല്ലാ വസ്തുവിലും, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുവിലും ഒരു എനർജി ഉണ്ട്. നമ്മുടെ പ്രകൃതി മുഴുവനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു എനർജിയാണ്. അപ്പം ആ എനർജിയിലും എന്തുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, നെഗറ്റീവ് എനർജി ഉണ്ട്, പോസിറ്റീവ് എനർജി ഉണ്ട്. അപ്പം നമ്മുടെ തോട്ട് അല്ലെങ്കിൽ നമ്മുടെ തിങ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുറെ നാളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണോ, ഇപ്പം നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റേഡിയോയുടെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ, റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ റേഡിയോയുടെ ഫ്രീക്വൻസി, ഈ റേഡിയോയുടെ നമ്മൾ ഇപ്പം എൻ്റെ മുമ്പിൽ റേഡിയോ ഇരിക്കുകയാണ്. ഞാൻ ഈ റേഡിയോ ഇങ്ങനെ ട്യൂൺ ചെയ്ത് കറക്റ്റ് ഇവിടെ എത്തുമ്പോൾ എനിക്ക് അതിനകത്തുനിന്ന് പാട്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് അതിനകത്തുനിന്ന് ഓഡിയോ കേൾക്കാൻ പറ്റുന്നു. അത് ഞാൻ ട്യൂൺ ചെയ്യുമ്പോഴാണോ എനിക്ക് പെട്ടെന്ന് എനിക്ക് സിഗ്നൽ വരുന്നത്? അല്ല, ഓൾറെഡി ഈ ചുറ്റുപാടും എല്ലാം ആ സിഗ്നൽ ഉണ്ട്. എനിക്ക് കറക്റ്റ് ആ സിഗ്നലുമായിട്ടൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കേണ്ട കടവ് മാത്രമേ ഉള്ളൂ എനിക്ക്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ആ സിഗ്നലുമായിട്ട് കണക്ട് ചെയ്ത്, ആ ഫ്രീക്വൻസിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നു ഇല്ലേ, നമുക്ക് ഓഡിയോ കിട്ടുന്നു, ആ സ്റ്റേഷന്റെ സൗണ്ട് കിട്ടുന്നു. ഇതേപോലെയാണ് റിയൽ ലൈഫിലും. അവിടെ റേഡിയോയിൽ വെച്ച് നമ്മൾ എക്സാമ്പിൾ നോക്കണേ, റേഡിയോ കിട്ടുന്ന ഫ്രീക്വൻസി, അപ്പൊ നമ്മുടെ ഡ്രീംസ് അല്ലെ റേഡിയോയിൽ നമ്മൾ ട്യൂൺ ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി ട്യൂൺ ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അതേപോലെയാണ് ഗൈസ് നമ്മുടെ ഡ്രീംസ് അല്ലെങ്കിൽ നമ്മുടെ ഗോൾസ്. നമ്മുടെ ഡ്രീംസും ഗോൾസും എല്ലാം നമ്മുടെ ചുറ്റുമുണ്ട്. മീൻസ് നമുക്ക് ആ ഒരു ഫ്രീക്വൻസി പിടിക്കാനുള്ള ചുറ്റും ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ ജസ്റ്റ് ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്തേക്ക് എനർജിയും, നമ്മുടെ അടുത്തേക്ക് നമ്മുടെ ഗോളും ഡ്രീംസും ഒരു എനർജി പോലെ നമ്മുടെ അടുത്തേക്ക് വരും എന്നുള്ളതാണ് കൺസെപ്റ്റാണ് ലോ ഓഫ് അട്രാക്ഷൻ. അതാണ് നിങ്ങൾ രാത്രികളിൽ നിങ്ങൾ സ്വപ്നം കാണുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ രാത്രിയിൽ അത് വേണമെന്ന് വെച്ച് നിങ്ങൾ ഭയങ്കര കൺസെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അത് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഗോൾ ഇപ്പോൾ ഐഫോണിലായിരിക്കുക. ആ ഐഫോണിന്റെ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി, ആ ഒരു ഗോൾ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങളുടെ ഫ്രീക്വൻസി എങ്ങനെയാവുന്നത്, നിങ്ങളുടെ തോട്ടാണ് നിങ്ങളുടെ ഫ്രീക്വൻസി. അപ്പൊ ആ തോട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ ആ ഒരു ഗോളിലേക്കുള്ള ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ചെയ്യുമ്പോഴായിരിക്കും ആ ഗോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ആ ഗോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള രീതിയിലുള്ള ചുറ്റുപാടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുന്നു. അതായത് നമ്മൾ പറയുന്നത്, നമ്മളൊരു കാര്യം ഭയങ്കര കഠിനമായിട്ട് നമ്മൾ എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് ചുറ്റും ലോകം കൂടെ നിൽക്കുമെന്ന് പറയുന്നില്ലേ, ആ ഒരു കൺസെപ്റ്റാണ് ഗൈസ് ഇത്. നിങ്ങൾ ഇതിനകത്ത് എത്ര വിശ്വസിക്കുന്നില്ല, ഞാൻ ഇതിനകത്ത് നല്ലൊരു വിശ്വസിക്കുന്നവരാണ് ലോ ഓഫ് അട്രാക്ഷൻ. കാരണം എനിക്ക് നല്ലപോലെ സിറ്റുവേഷൻസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നൊരു ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടി. ഇനി ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി പല കോടാനുകൂടെ ടെക്നിക്കുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്കൊരു ഐഫോൺ കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്കൊരു ഡ്രീം ജോബാണ് കിട്ടുന്നത്. ആ ജോബ് കിട്ടുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്, അത് കൺസെപ്റ്റ് ഉണ്ട്. അതായത് നിങ്ങൾ കിട്ടുന്നവരെ നിങ്ങൾ അതിനെ ഫീൽ ചെയ്യുന്ന പോലെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങളുടെ ഉള്ളിൽ. അപ്പം നിങ്ങൾ എന്തുമായിരിക്കും നിങ്ങളുടെ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്, നിങ്ങൾ ആ രീതിക്കുള്ള ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ ആയിട്ടുള്ള ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ചെയ്യാനുള്ള രീതിയിൽ നിങ്ങൾ തുടങ്ങും, നിങ്ങളുടെ ആ ഫ്രീക്വൻസി മാച്ച് ചെയ്യാൻ. സോ ബേസിക്കലി ഇങ്ങനെയാണ് നമ്മുടെ ഓരോ ഗോളും, നമ്മുടെ ഓരോ ഡ്രീംസും നമ്മളില്ല. നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾക്ക് എത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് അത്ര മാത്രമേ അതിനകത്തുള്ളൂ വേണം. അതൊരു വിഷ്വൽ തിങ്കിങ് മാത്രമായിട്ടാണ് നിങ്ങൾക്ക് അതിനകത്ത് വേണം എന്നുള്ള ഭാഷയില്ലാത്തതുകൊണ്ടും അത്ര നിങ്ങൾക്ക് ഇത് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ആ ഡ്രീം വരാത്തത്. നിങ്ങൾക്ക് നമുക്ക് ചുമ്മാ ജസ്റ്റ് വിഷ്വൽ തിങ്ക് ചെയ്യാം, ഇത് ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ, അത് ജസ്റ്റ് വിഷ്വൽ തിങ്കിങ് ആണ്.
നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ വിഷ്വലൈസ് ചെയ്യണം, നമ്മളതിനെ ആ ഒരു ഫീല് നമ്മുടെ ഉള്ളിൽ എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പം നമ്മുടെ തോട്ടും നമ്മുടെ ആക്ഷൻസും ആ ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യും. നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ആ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ആ സംഭവം നമുക്കും കൂടെ വഴി ഒഴുകി തരും. നമ്മുടെ ഭൂമി പ്രകൃതി നമുക്ക് വഴി ഒഴുക്കും. സോ ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു എനർജിയാണ്. നമുക്ക് ഗോളും നമുക്ക് വേണ്ട നമ്മുടെ ഡ്രീംസും ഗോളിനും ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയിലേക്ക് മാച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പം നിൽക്കുന്ന ഫ്രീക്വൻസിയിൽ നിന്ന് ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം, നമ്മൾ ആ കാര്യങ്ങൾ ഫീൽ ചെയ്യണം. നമ്മുടെ ആ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും, അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്ത് തുടങ്ങുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആവുന്നത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് അതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം കമ്മിറ്റ്മെന്റ്. നിങ്ങൾക്കത് വേണമെന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ്. അതിനകത്തൊരു സെൽഫ് ഡൗട്ടോ എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കാൻ, ഹൗ എന്നുള്ള ചോദ്യം ഈ ലോ ഓഫ് അട്രാക്ഷൻ കൺസെപ്റ്റിലില്ല. അത് വരും. അതങ്ങനെ വിശ്വസിച്ച്, അങ്ങനെ കഠിനമായിട്ട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം അപ്പം നിങ്ങൾ ആ ടൂണിലേക്ക് നിങ്ങളുടെ തോട്ട്സ് അപ്പം അതിനനുസരിച്ച് നിങ്ങൾ തിങ്ക് ചെയ്യാൻ തോട്ട്സ് നിങ്ങൾ അനുസരിക്കും. നിങ്ങളെ കൊണ്ട് തന്നെ പ്രകൃതി നിങ്ങളുടെ ആക്ഷൻസ് നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾ ഡ്രീംസ് അച്ചീവ് ചെയ്യാനുള്ള രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. സോ ഇങ്ങനെ ആകുമ്പോൾ, അങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഗോൾസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെല്ലാം നിങ്ങളുടെ ഗോൾസും ഡ്രീംസും അച്ചീവ് ചെയ്യാൻ വേണ്ടി എല്ലാവരും നിങ്ങളുടെ കൂടെ ചുറ്റും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ ഡ്രീംസ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇനി എങ്ങനെയാണ് എനിക്കിത് ഉണ്ടാവേണ്ടത്? ഞാൻ പറയാം, തുടക്കം നിങ്ങൾ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങാം. ആദ്യം തന്നെ എനിക്കിപ്പോൾ വലിയ വീട് വേണമെന്ന് പറയുന്നത് പോലെ അല്ല. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ, ഇൻവെസ്റ്റിംഗിൽ നമ്മളെല്ലാം പറഞ്ഞുള്ള എല്ലാം ചെറിയ തുടങ്ങും. നിങ്ങൾ ചെറിയ രീതിയിൽ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ വലിയ കാര്യങ്ങളിൽ നിങ്ങൾ അതിനും വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്രിഷിയേറ്റ് ചെയ്യാൻ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ നിങ്ങളിപ്പം എന്താണ് ചെറിയ ഗോൾസ്, നിങ്ങളുടെ ഉള്ളിലെ ഗോൾസ്. എന്നെ ഇന്ന ദിവസം ഇന്നൊരാൾ വിളിക്കും, അല്ലെങ്കിൽ എന്നെ ഇന്ന് ഞാനൊരു ഇന്ന ഡ്രസ്സ് ഇട്ട ആളെ കാണും, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു കോയിൻ എനിക്ക് തറയിൽ കിടന്ന് കിട്ടും. അങ്ങനത്തെ ചെറിയ ഗോൾ നിങ്ങളുടെ ഉള്ളിൽ അത് കിട്ടും എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടെ നിങ്ങൾ യെസ് ഐ നോ എന്ന് എനിക്കറിയാം എനിക്കത് കിട്ടുമെന്ന് എനിക്കറിയാം. ആ ഒരു തിങ്കിങ് വെച്ചും ആ ഒരു ഫീല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ 24 മണിക്കൂർ 36 മണിക്കൂറുള്ളിൽ നിങ്ങൾക്ക് ആ സംഭവം നിങ്ങളുടെ മുമ്പിൽ വരും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനിൽ ഒരു എക്സാമ്പിൾ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് ഇന്ന കോയിൻ എനിക്ക് ഇവിടെ താഴെക്കടന്ന് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആളെ എനിക്ക് ചിലപ്പോൾ ഇന്ന് എനിക്ക് മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ ഇന്ന ആളെ എനിക്ക് മെസ്സേജ് ചെയ്യും. ആദ്യം എനിക്ക് മെസ്സേജ് അയക്കും, എനിക്ക് മെസ്സേജ് കിട്ടും. ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് എനിക്കറിയാം അത് എൻ്റെ അടുത്തേക്ക് തന്നെ വരും. ഞാൻ പറയില്ല, നമുക്ക് സെൽഫ് ഡൗട്ട് വെച്ചുകൊണ്ട് ഈ ഏരിയയിലേക്ക് വന്നിട്ട് ഒരു കാര്യമില്ല. കിട്ടുമോ ഇല്ലയോ എന്ന് വന്നാൽ നിങ്ങൾ അത്രയധികം കമ്മിറ്റ്മെന്റ് അല്ലെന്ന് തന്നെ നിങ്ങൾക്ക് അർത്ഥം. നിങ്ങൾ കമ്മിറ്റ്മെന്റ് ആവണമെങ്കിൽ നിങ്ങൾ അത്രയ്ക്കധികം ദൃഢനിശ്ചയത്തോടെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ നിങ്ങൾ എന്താണോ കാണാൻ, നിങ്ങൾക്ക് എന്താണോ കിട്ടാൻ ആഗ്രഹിക്കുന്നത് അതുമായിട്ട് മാച്ച് ആവുകയും ആ മാച്ച് ആവുന്ന നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയും ചെയ്യും. അതുപോലെയാണ് നിങ്ങളുടെ ചിന്തകൾ വളരെ പ്രധാനമാണ്. നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പുറത്തുവിടുന്നത്? നിങ്ങൾ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ ട്യൂൺ ചെയ്യുന്നത്. നമ്മുടെ ചുറ്റും എന്താണ് നെഗറ്റീവ് പോസിറ്റീവും ഉണ്ട്. പോസിറ്റീവ് സിഗ്നലിലേക്കാണ് നിങ്ങൾ ട്യൂൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് പോസിറ്റീവ് ആൾക്കാർ വരും, പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റി വരും, പോസിറ്റീവ് കാര്യങ്ങൾ വരും. നിങ്ങൾ എപ്പോഴാണോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവ് തോട്ടാണ് ചിന്തിക്കുന്നത്, അപ്പം നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന നെഗറ്റീവ് തോട്ടുകളാണ് നെഗറ്റീവ് ഓപ്പർച്യൂണിറ്റി. അപ്പം നിങ്ങൾ പറയും, ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവായി ഇതാ നടക്കാൻ പോകുന്നതെന്ന്. കാരണം നിങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടാണ് വരുന്നത്. അപ്പം നിങ്ങൾ അതിന്റെ മേലെ ഒന്നുകൂടെ വാലിഡിറ്റി, ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ വരുമെന്ന്. പിന്നെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരുമെന്ന്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. നിങ്ങൾ അതിന്റെ മേളിൽ വാലിഡിറ്റിയും ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നെഗറ്റീവാണ് നിങ്ങൾ ഇനി അത് എന്ത് ചെയ്യാതിരിക്കും. ചിലപ്പോൾ നല്ല കാര്യമായിരിക്കും. ചിലപ്പോൾ നല്ല കാര്യം നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് നെഗറ്റീവ് വരുമ്പോൾ നിങ്ങൾ പറഞ്ഞു, ഇപ്പൊ എനിക്കൊരു ബിസിനസ് തുടങ്ങണം. ആ ബിസിനസ് തുടങ്ങുന്ന നേരത്ത് ഇപ്പം ഞാൻ ചിന്തിക്കുമോ, അത് ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ബിസിനസ് എപ്പോഴും എനിക്ക് നെഗറ്റീവായിട്ട് സംഭവിക്കും. അപ്പം ഞാൻ പറയാം, അപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബിസിനസ് വരില്ല. ഇതാണ് നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. കാരണം ചിന്തകൾ നമ്മളില്ലേ എല്ലാത്തിനും തുടക്കം ചിന്തയിൽ നിന്നാണ്. ഒരു ചിന്ത നമ്മളെ എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം. നമ്മൾ ആരാണെന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു വിചാരം ഉണ്ടാവും, ഇല്ലേ? അത് നെഗറ്റീവായിട്ടാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇങ്ങനത്തെ ഒരാളാണ്, മനസ്സിലായോ? ഞാനിപ്പം ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ എന്തൊക്കെ ശ്രമിച്ചാലും നടക്കാത്ത ഒരാളാണ് നിങ്ങൾ ഉള്ളിൽ പറയുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ സംഭവം അങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ, ഒന്നും നടക്കാതിരിക്കും. അപ്പൊ നിങ്ങൾ അത് വിശ്വസിക്കുകയും ചെയ്യും, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനത്തെ ഒരാളാണ്. ഇതാണ് ഗൈസ്, നിങ്ങൾക്ക് ലൈഫിൽ ഗ്രോത്ത് വേണമെങ്കിൽ നിങ്ങൾ
പോസിറ്റീവ് തിങ്ക്. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ ഇംഗ്ലീഷ് ഞാൻ പഠിക്കുമെന്ന് വിചാരിക്കുക, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുമെന്ന്, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചെടുക്കും എന്ന് എൻ്റെ ഉള്ളിൽ വിശ്വാസം, നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചെടുക്കും. ഓക്കെ, മനസ്സിലായി? ബേസിക് ഇത്രയാണ് കൺസെപ്റ്റ്. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ആക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് വരും. എവിടുന്ന്? നിങ്ങളുടെ ചിന്തയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. നിങ്ങളുടെ ചിന്ത, നമ്മുടെ ചുറ്റും നമുക്ക് വേണ്ട എനർജീസ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഏത് എനർജി വേണോ നിങ്ങൾ ചൂസ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ഒരു സിമ്പിളാണ്. നിങ്ങൾക്ക് 24 മണിക്കൂർ നിങ്ങൾക്ക് ഇന്ന സാധനം നിങ്ങൾ കിട്ടും, എനിക്കറിയാം, എനിക്ക് ആ സാധനം എൻ്റെ കൺമുമ്പിൽ വരും എന്ന് നിങ്ങൾ ദൃഢമായി നിശ്ചയിച്ചുകൊണ്ട് ഒരു സാധനത്തെ നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് വന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, അപ്പം എനിക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പറയാം. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ എന്നത് ഒരു ബേസിക് ഓവർവ്യൂ ആണ് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ എല്ലാവർക്കും ബൈ.